കവനം പൈസ അല്ല, ഞങ്ങൾ വേറൊന്നുമല്ല, ദയവായി നിങ്ങൾ സഹകരിക്കണം. ഇനി ഇവിടെ ഇന്റർവ്യൂവിന് ശേഷം ഈ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ ദയവായി സഹകരിക്കണം. അപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ദയവായി സഹകരിക്കണം. ഈ സിനിമയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഇത് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം മാത്രം ഞങ്ങൾ പറയുകയാണ്. സഹകരിച്ചാൽ നല്ലതാണ്. ഞങ്ങൾ ഒന്നുകൂടെ പറയാണ്, പിന്നെ അസഭ്യക്കാർ വന്നു. ഇതുവരെ കണ്ടപ്പോ ഇതൊരു സാധാരണ പ്രണയിച്ച് വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു ഇതുപോലെ എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ. അതെല്ലാം സിനിമയായി കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ വന്നത്. ഒരു സിനിമയെ ഒരു സിനിമയായിട്ട് മാത്രം കാണുക. കേരളത്തിന്റെ പേര് മോശമായി ഉപയോഗിക്കുന്നു എന്നുള്ള കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ സിനിമ കാണട്ടെ, കണ്ടു കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റില്ല എന്താന്നുള്ളത്. ആദ്യം ഒരു പ്രണയിക്കുന്നു, വഞ്ചിക്കപ്പെടുന്നു. അത് സാധാരണ ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ചെയ്യുന്ന അതെന്തിനാ? അത്രേ ഉള്ളൂ. ഞങ്ങൾക്കല്ലാതെ മുൻവിധികളൊന്നുമില്ല. ആദ്യ പകുതി കണ്ടു. ഞാൻ ഒരു 30-40 കിലോമീറ്റർ ദൂരം തരിക ഈ പടം കാണാൻ വന്നതാ. എന്തിനാണ് കേരളത്തിൽ ഇത്രയും നാൾ കിടന്ന് ബഹളം വെച്ചോ ഈ കോടതിയിലും ഒക്കെ പോയത് എന്തിനാന്ന് എനിക്കറിയണമായിരുന്നു. എന്റെ അവകാശം അത്. ആദ്യ പകുതി കണ്ടു, ഒന്നും മോശമില്ല. അത് നല്ല പടവാ. പിന്നെ ബാക്കിയൂടെ കാണണം. കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞില്ല അവര്. ഇല്ല, അത് നിങ്ങള് കണ്ടില്ലോ? നിങ്ങൾ കണ്ടോ? അത് കേരളത്തിലാണ്. നിങ്ങൾ പടം കണ്ടോ? പടം കണ്ടിട്ട് പറ. ഞാൻ കണ്ടവരാ. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ കേരളത്തിനകത്ത് നടക്കാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ചിത്രം തയ്യാറാക്കി ആ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിച്ച് അത് ഈ നാട്ടിൽ മനുഷ്യന്മാരെ തമ്മിലെടുക്കുന്ന പണി നടക്കില്ല. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിനുവേണ്ടി നിങ്ങളെ പോലുള്ള ആളുകൾ നടക്കാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളുടെ ആരോടും വേറൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ വേറൊന്നും പറയില്ലേ? അതുകൊണ്ട് വേറൊന്നുമില്ല. ഈ സിനിമ പ്രദർശിപ്പിക്കാനുണ്ടാകുന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ. അത്രേ ഉള്ളൂ. ടിക്കറ്റ് പൈസ സാറേ, ആ ടിക്കറ്റ് പൈസ തന്നേക്കാം. ടിക്കറ്റ് പൈസ തന്നേക്കാം. ഞങ്ങൾ ടിക്കറ്റിന്റെ പൈസ വണ്ടിക്കൂലി തരാം. ഇവിടെമാരെ വന്നതിന്റെ അത് നിങ്ങളുടെ കൈ പിടിച്ചല്ലേ ഞങ്ങൾ ഈ നാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നേ. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ ഹമ്പിളായി റിക്വസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ. അത് മതി, അത് മാത്രം മതി. നിങ്ങൾ ഇരുന്നോ, എത്ര നേരം ഇരുന്നു. പടം ഓടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. അല്ല, അതല്ലത് ഞങ്ങൾ ഗുണം കിട്ടുന്ന എത്രയേ ഉള്ളൂ. ഈ നാട്ടിൽ ഇങ്ങനെ സിനിമ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ബന്ധപ്പെടാത്തൊരു കാര്യം കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ല ഒന്നുമല്ല. ഞങ്ങൾ ഇറങ്ങിക്കോ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ
പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ സിനിമ കോടതി 15 ദിവസം സ്റ്റേ ചെയ്തിരുന്നു. വീണ്ടും ഇന്നലെ രാത്രി അതിന് ഓർഡർ കിട്ടിക്കൊണ്ട് വീണ്ടും സിനിമ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പം കൃത്യമായി നമ്മളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആളുകളെ ബോധ്യപ്പെടുത്തി ഈ സിനിമയിൽ നിന്ന് നമ്മൾ ഇന്ന് ഇവിടെയും ചെയ്തതാ. നമ്മൾ മാനേജ്മെന്റുമായി ആദ്യം സംസാരിച്ചു. മാനേജ്മെന്റ് അല്ലാതെ സിനിമ നിർത്താൻ തയ്യാറായില്ല. അതിനുശേഷം നമ്മൾ അവിടെ ആ തിയേറ്ററിനകത്ത് കയറി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്.